കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. കടലിന്റെ മീതെ നടന്നുവന്ന പത്രോസിനെ ഞാൻ വിസ്മയഭാവത്തോടെ നോക്കി. ഗുരുവിനോടുള്ള ആദരവും സ്നേഹവും പത്രോസിനെ പ്രോആക്റ്റീവാക്കി. എങ്ങനെയും എൻ്റെ അടുക്കൽ എത്തണമെന്ന ആവേശത്തിലായിരുന്നു അവൻ. അവൻ്റെ പരിഭ്രമം ധൈര്യമായി മാറി. നടന്നു വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത്യുത്സാഹിയായ പത്രോസ് തിരകൾക്ക് മുകളിൽ കാൽ വെച്ച് നടന്നു വന്നു. തിരകൾക്ക് മീതെ എന്നെ നോക്കി നടക്കുന്ന പത്രോസിനെ കണ്ട് ശിഷ്യന്മാർ ഭയന്ന് കണ്ണടച്ചു. പെട്ടെന്ന് പത്രോസിന്റെ ഉപബോധ മനസ്സിലെ മുക്കുവൻ പറഞ്ഞു, എന്താ ശിമോനെ ഇത്? കടലല്ലേ നിന്റെ കാൽച്ചുവട്ടിൽ? ആഴിയിലെ ആഴങ്ങൾക്ക് മീതെയല്ലേ നീ ഇപ്പോൾ നടക്കുന്നത്? നീ മുങ്ങും. ഇത് നിന്റെ അവസാനമാണ്. പത്രോസ് ആർത്തിരമ്പുന്ന തിരകളെ നോക്കി. കാൽക്കീഴിലെ ഉറച്ച അടിസ്ഥാനമാകുന്ന വെള്ളം വീണ്ടും ഇളകുന്ന തിരകളായി. ദേ പത്രോസ് മുങ്ങുന്നു. പത്രോസിന്റെ വീഴ്ച എൻ്റെ മക്കൾക്കും സംഭവിച്ചിട്ടില്ലേ? ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങിയ എത്രയോ സംരംഭങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടില്ലേ? വിമോചനത്തിനും വിജയത്തിനുമായി പ്രാർത്ഥിച്ചപ്പോൾ സാഹചര്യങ്ങൾ കൂടുതൽ പ്രതികൂലമായിട്ടില്ലേ? ദൈവവചനം പങ്കുവയ്ക്കാൻ തുടങ്ങിയ കൂട്ടായ്മയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിട്ടില്ലേ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തുടങ്ങിയ സംരംഭങ്ങൾക്ക് നേരെ കരുണയില്ലാത്ത മനുഷ്യർ ഗോസിപ്പുകൾ നടത്തി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലേ? പത്രോസ് മുങ്ങിപ്പോയതുപോലെ പ്രതീക്ഷകൾ മങ്ങിയും വഴി തടയപ്പെട്ടും വാതിലുകൾ അടഞ്ഞും പോയ അനുഭവങ്ങൾ എൻ്റെ മക്കൾക്ക് വളരെയധികം പറയാനുണ്ടാകും. ഉള്ളവും പങ്കുവച്ചവർ അന്യരായി ശത്രുക്കളായി തീർന്നതിൻ്റെ ദുരന്ത കഥകൾ, അങ്ങനെ എന്തെല്ലാം അല്ലേ? മക്കളെ, പരാജയങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയണം. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെടുന്നത്. പരാജയം അത്ര മോശമായ കാര്യമല്ല. പലപ്പോഴും പരാജയത്തിൻ്റെ കറുത്ത രാത്രികളിലൂടെ നടന്നാണ് വിജയത്തിൻ്റെ പ്രഭാതത്തിൽ എത്തുന്നത്. ആദ്യം പരാജയപ്പെട്ടിട്ട് ഒടുവിൽ വൻ വിജയം നേടിയവരുടെ സാക്ഷ്യങ്ങൾ അനവധിയുണ്ട് മക്കളെ. ഇത് നിങ്ങളുടെയും സാക്ഷ്യമാകണം. എത്രയോ തവണ വീണിട്ടാണ് നിങ്ങൾ നടക്കാൻ പഠിച്ചത്. അനേകം ചെറുതും വലുതുമായ അപകടങ്ങളെ അതിജീവിച്ചതിന് ശേഷമല്ലേ സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ പഠിച്ചത്.
എത്രയോ പരിഭവപ്രകടനങ്ങൾക്കും പിണക്കങ്ങൾക്കും പരാജയങ്ങൾക്കും ശേഷമാണ് സൗഹൃദ ദാമ്പത്യത്തിൻ്റെ ഫൈൻ ട്യൂണിങ്ങിൽ മക്കൾ എത്തിച്ചേർന്നത്. അപ്പോഴല്ലേ പരസ്പരം അംഗീകരിക്കാനും ആത്മസൗഹൃദത്തിലാകുവാനുമൊക്കെ കഴിഞ്ഞത്. E=mc² കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ കണക്ക് പരീക്ഷയിൽ ദയനീയമായി തോറ്റിട്ടുണ്ട് മക്കളെ. ഹൈസ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന മൈക്കിൾ ജോർഡനാണ് സ്പോർട്സ് ലെജൻഡായത്. വിശ്വാസത്തിൻ്റെ തിരകൾക്ക് മീതെ നടന്ന് ഭയത്തിൻ്റെ തിരമാലകളിൽ മുങ്ങി വീണ്ടും വിശ്വാസത്തിൻ്റെ തിരകൾക്ക് മീതെ ചുവടുറപ്പിച്ച പത്രോസ് വീഴുന്നവർക്കൊക്കെ ഉത്തമ മാതൃകയാണ്. മനസ്സിനെ വിശ്വാസം നയിക്കുമ്പോൾ പരാജയത്തിന് സ്ഥാനമില്ല മക്കളെ. ചൂരച്ചെടിക്കീഴിൽ നിസ്സഹായനായി വീണുകിടന്ന ഏലിയാവിനെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് പരിപോഷിപ്പിച്ച എനിക്ക് വീഴുന്ന എൻ്റെ മക്കളുടെ അരികിൽ എത്തുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. വീഴുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത്. ഒന്നോ അതിലധികമോ പരാജയങ്ങൾ കൊണ്ട് ജീവിതം അവസാനിച്ചു എന്നൊന്നും മക്കൾ കരുതരുത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച സ്വർഗീയ പിതാവ് അത് പൂർത്തിയാക്കുവാൻ അവസാനം വരെ കൂടെയുണ്ടാകും. ജീവിത പ്രതിസന്ധികളിൽ വീണുകിടക്കുന്ന മക്കളെ, എഴുന്നേൽക്കൂ, പ്രത്യാശയോടെ ചുവടുവയ്ക്കൂ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. നടന്നോളൂ കുട്ടിയെ, കയ്യിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനാണ്. അന്ത്യം വരെ ഞാൻ നിന്നോടൊപ്പമുണ്ടായിരിക്കും. 37-ാം സങ്കീർത്തനം. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി നടക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ തിരുവചനങ്ങളാൽ ദൈവം ഇന്നേ ദിവസം നമ്മെ ശക്തരാക്കട്ടെ. സധൈര്യം മുന്നോട്ട് പോകാനുള്ള സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.